എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയവീഡിയോയിലേക്ക് സ്വാഗതം. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, അതായത് MG യൂണിവേഴ്സിറ്റി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ ആരംഭിച്ചു. ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെ അപേക്ഷിക്കാം? ലാസ്റ്റ് ഡേറ്റ് മറ്റന്നാൾ ജൂലൈ 19. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കാണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല. പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ ആവരുത്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് ഉപകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ ആരംഭിച്ചു. ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെ അപേക്ഷ സമർപ്പിക്കാം? ജൂലൈ 19 ലാസ്റ്റ് ഡേറ്റ്. നമുക്കിതെല്ലാം വിശദമായി ചർച്ച ചെയ്യാവുന്നതാണ്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ, അതായത് MG യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റഡ് കോളേജ്, അതായത് ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്കുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷയാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് കീഴിൽ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന കോളേജുകളിലേക്കുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ ആരംഭിച്ചു. അപ്പോൾ ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെ അപേക്ഷിക്കാമെന്നാണ് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പരിശോധിക്കാൻ പോകുന്നത്. അതിനായി നിങ്ങൾ ആദ്യം MG യൂണിവേഴ്സിറ്റി എന്ന് ഗൂഗിളിലോ ക്രോമിലോ ഡയറക്റ്റ് കയറി സെർച്ച് ചെയ്യുക. MG യൂണിവേഴ്സിറ്റി മീൻസ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എന്നാണ് അതിൻ്റെ അർത്ഥം. അത് നിങ്ങൾ ഗൂഗിളിലോ ക്രോമിലോ കയറി നിങ്ങൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എന്ന് സെർച്ച് ചെയ്താൽ മതിയാകും. ശേഷം അവിടെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അഡ്മിഷൻസ് എന്നൊരു ലിങ്ക് അവിടെ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് UG ക്യാപ്പ്, അണ്ടർ ഗ്രാജുവേറ്റ് ക്യാപ്പ് എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് നോക്കാം. മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലും 2 സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിലും അലോട്ട്മെൻറ്റിനായി അപേക്ഷ സമർപ്പിച്ചിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഇതിനായി അപേക്ഷ സമർപ്പിക്കാം. അതായത് മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലും 2 സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിലും അലോട്ട്മെൻറ്റിൽ അപേക്ഷ നൽകിയിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും, അതായത് മുഖ്യഘട്ടത്തിലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്, പിന്നെ 2 സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് നടത്തുന്നു. സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് 1, സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് 2. ഈ 5 അലോട്ട്മെൻറ്റുകളിലും ഒരു കോളേജുകളിലും ഒരു കോഴ്സുകളിലും സീറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഇതിനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതായത് മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലും സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിലും അലോട്ട്മെൻറ്റിനായി അപേക്ഷ സമർപ്പിച്ചിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതെ പോയ വിദ്യാർത്ഥികൾക്കും ഇനി അപേക്ഷ സമർപ്പിച്ചിരുന്നു പക്ഷേ അപേക്ഷയിലെ തെറ്റ് കാരണം അലോട്ട്മെൻറ്റ് നിരാകരിക്കപ്പെട്ടു പോയവർക്കും നിങ്ങൾക്ക് ലഭിച്ച സീറ്റ്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിനായി അപേക്ഷ സമർപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് സീറ്റ് ലഭിച്ചു, പക്ഷേ മാൻഡറ്ററി ഫീ അടയ്ക്കാത്തത് മൂലം ലഭിച്ച സീറ്റ് റദ്ദായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതാ വിദ്യാർത്ഥികളെ പുതിയ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഞാൻ ഒന്നുകൂടെ പറയാം. മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലും 2 സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിലും അലോട്ട്മെൻറ്റിനായി അപേക്ഷ സമർപ്പിച്ചിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാതെ പോയ വിദ്യാർത്ഥികൾക്കും ഇതുവരെ സാധിക്കാൻ പറ്റാതെ പോയ വിദ്യാർത്ഥികൾക്കും അപേക്ഷയിലെ തെറ്റ് കാരണം അലോട്ട്മെൻറ്റ് നിരാകരിക്കപ്പെട്ടു പോയ വിദ്യാർത്ഥികൾക്കും മാൻഡറ്ററി ഫീ അടയ്ക്കാത്തത് മൂലം ലഭിച്ച സീറ്റ് റദ്ദായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതാ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പുതിയതായി എഡിറ്റ് ചെയ്ത് സമർപ്പിക്കാനുള്ള അവസരം ഉണ്ടെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുക. ശേഷം MG യൂണിവേഴ്സിറ്റി എന്ന് സെർച്ച് ചെയ്താൽ മതിയാവും. ഗൂഗിളിലോ ക്രോമിലോ കയറി ഡയറക്റ്റ് MG യൂണിവേഴ്സിറ്റി എന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ മതിയാവും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവിടെ രജിസ്റ്റർ എന്നൊരു ലിങ്ക് കാണാൻ സാധിക്കും. രജിസ്റ്റർ എന്നൊരു ലിങ്ക് അവിടെ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ IDയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത ശേഷമായിരിക്കും ലോഗിൻ ഉള്ള ഓപ്ഷനിലേക്ക് പോകേണ്ടത്. പക്ഷേ നിലവിൽ അപേക്ഷ സമർപ്പിച്ചൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ID, പാസ്വേഡ് നൽകി നിങ്ങൾ ലോഗിൻ ചെയ്തുകൊണ്ട് അപ്ലൈയിങ് ഫോർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിച്ചാൽ മതിയാകും എന്നോർത്തിരിക്കുക. അപ്പോൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത പോയ വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം തൊട്ട് ആപ്ലിക്കേഷൻ IDയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു വരണം. പക്ഷേ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഓപ്ഷൻസ് ഒന്ന് കറക്ഷൻ ചെയ്താൽ മതി. ഇനി അപേക്ഷയിൽ തെറ്റ് വന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ അപേക്ഷയിൽ ഏത് ഭാഗത്താണോ തെറ്റ് വന്നത് ആ ഭാഗം നോക്കിയിട്ട് നിങ്ങൾക്ക് ആ തെറ്റ് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 19 മറ്റന്നാൾ വരെയാണ്. മറ്റന്നാളിന് ശേഷം വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷിക്കാൻ സാധിക്കുകയില്ല എന്ന് നമുക്ക്
തോന്നുന്നു. കാരണം മറ്റന്നാൾ വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യുമെന്നുള്ള രീതിയിൽ വിദ്യാർത്ഥികളൊന്നും കാത്തിരിക്കേണ്ട. കാരണം ഇപ്പോൾ ഇനി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള വഴികളൊന്നുമില്ല. കാരണം ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാളെ അവസാനിക്കും, MG യൂണിവേഴ്സിറ്റി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നാളെ അവസാനിക്കും. അപ്പോൾ ഇതൊന്നും എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള വഴികളില്ല. കാരണം എക്സ്റ്റെൻഡ് ചെയ്യാതിരിക്കാനുള്ള ഒറ്റ കാരണം സേ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷാഫലം 2 ദിവസം നേരത്തെ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമായിരിക്കും, അതായത് ആ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമായിരുന്നു ഇത്രയും കാലം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഇങ്ങനെ നീട്ടി വെച്ചതുകൊണ്ടിരുന്നത്. അപ്പോൾ ആ റിസൾട്ടും കൂടെ വന്നതുകൊണ്ട് ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ നീട്ടാനുള്ള യാതൊരു വഴികളും മുമ്പിലില്ല. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഇനി വൈകി അപേക്ഷിക്കാമെന്ന് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അപേക്ഷിച്ചോളുക. ലാസ്റ്റ് ഡേറ്റിന് വേണ്ടി കാത്തിരിക്കേണ്ട, എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് നോക്കിയിരിക്കേണ്ട. അപ്പോൾ സേയുടെയൊക്കെ റിസൾട്ട് വന്നതുകൊണ്ട് ഇനി നീട്ടാനുള്ള സാധ്യതയും വളരെ കുറവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ വീഡിയോ ഉപകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ കാണാം. അതുവരേക്കും അതിനെ മിസ് കറിയാ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടോ കരിയർ കടൻ. ടൈം ഫോർ വാച്ചിങ്. ബൈ.